നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്ന് ഓട്സിൻ്റെ ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഡയബറ്റിക് പേഷ്യൻസിനും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കുമൊക്കെ ഒരു നേരം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓട്സിൻ്റെ കഞ്ഞിയാണ്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതെങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 2 ഗ്ലാസ് വെള്ളവും കുറച്ച് മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടുപ്പയിലേക്ക് വെക്കാം. ഈ മുരിങ്ങയിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, എത്ര വേണമെങ്കിലും ഇടാം. അതുപോലെ തന്നെ വെള്ളവും നമ്മുടെ പാകത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം എടുക്കാവേ. ഇതിപ്പോൾ ഈ ഓട്സ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് കുറച്ച് വേവിച്ച കടലയാണ്. ഇത് കറിക്ക് വേണ്ടി വേവിച്ച കടല അതിൻ്റെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിൽ നിരത്തി ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പം അതൊരു ചെറിയ പാത്രത്തിലോ പ്ലാസ്റ്റിക് കവറിനകത്താക്കി നമുക്ക് കുറേ നാൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റുമേ. ഫ്രീസറിൽ പച്ചക്കറികളൊക്കെ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണണേ. ഇതൊരു 3 ടേബിൾ സ്പൂൺ കടലയുണ്ട്. കടല നമുക്ക് ചേർക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങായും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഈ ഒരു കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. ഇനി അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി അച്ചാറോ ചോറിന് വേണ്ടി വെച്ച തോരനോ മെഴുക്കുവരട്ടിയോ എല്ലാം കൂട്ടിയാൽ മതിയാവും. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.